വെറുതെ ഇരിക്കുമ്പോഴോ സങ്കടങ്ങൾ വരുമ്പോഴോ, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത സമയങ്ങളിലൊക്കെ സുന്നത്തായി പഠിപ്പിക്കാത്ത നിസ്കാരങ്ങൾ നിർവഹിക്കാമോ? അങ്ങനെ പറ്റുമെങ്കിൽ ആ നമസ്കാരങ്ങൾക്ക് എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത് എന്നാണ് ചോദ്യം. നമുക്ക് സങ്കടമുണ്ടാകുമ്പോൾ നമുക്ക് ആ പ്രയാസത്തിൽ മോചനം നേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത നമസ്കാരം നിർവഹിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് നിയ്യത്ത് വെക്കേണ്ടത് എന്നാണ് ചോദ്യം എന്ന് മനസ്സിലാക്കും. സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണമുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. അതായത് പള്ളിയിൽ കയറുമ്പോൾ തഹിയ്യത്ത് നമസ്കാരം, അതിന് കാരണമുണ്ട്. ഒളുവെടുത്താൽ അതിൻ്റെ നമസ്കാരം, അതിനും കാരണമുണ്ട്. അതുപോലെ തവാഫ് ചെയ്താൽ അതിൻ്റെ സുന്നത്ത് നമസ്കാരം, അതിന് കാരണമുണ്ട്. അതേ സ്ഥാനത്ത് ഇത്യാദി കാരണങ്ങളൊന്നും ഇല്ലാത്ത നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോൾ എന്താണ് അതിന് നിയ്യത്ത് വെക്കേണ്ടത് എന്നാണ്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ സാഹചര്യം, ഒരു പ്രയാസകരമായ സാഹചര്യം വന്നാൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെയും സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥനയിൽ മുഴുകും. അപ്പൊ നമസ്കാരം എന്നുള്ളത് ഒരു പ്രാർത്ഥനയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ എൻ്റെ റബ്ബിലേക്ക് അടുക്കുന്നു ഈ നമസ്കാരത്തിലൂടെ എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത്തരം നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സന്ദർഭത്തിൽ, അതുപോലെ സൂര്യൻ മധ്യത്തിലാകുന്ന സന്ദർഭത്തിൽ, അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന സന്ദർഭങ്ങളിൽ, സമയങ്ങളിലൊന്നും ആ നമസ്കാരം നിർവഹിക്കരുത് എന്ന് ഇസ്ലാമിക ശരീഅത്തിന്റെ കൃത്യമായ വിലക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അഅലം.